തോമസ് നമുക്ക് ടെലിഫോണിലുണ്ട്. ശ്രീ കെ വി തോമസ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണോ കേന്ദ്രം അങ്ങേക്ക് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത്? എന്താണ് അതിന് കാരണമായി പറയുന്നത്? കേരളത്തിന്റെ അല്ലെങ്കിൽ വയനാട്ടിലെ ഒരു പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകുമോ? കേന്ദ്ര ഹോം മിനിസ്റ്ററാണ് കേന്ദ്രയാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർക്കാണ് കത്ത് കൊടുത്തിരുന്നത് ദേശീയ ദുരന്തം കടമെന്നുള്ളത്. അത് സാധ്യമല്ല എന്ന് പറയുകയും സെൻട്രൽ ടീം വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആ ടീമിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായ സഹകരണങ്ങൾ തരുമെന്ന് പറയുന്നുണ്ട്. നമുക്കിനി കൂടുതൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഓരോ സംസ്ഥാനത്തെയും അവിടുത്തെ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടൊക്കെയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നാണ് അതിൻ്റെ നയങ്ങളിലിരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യമായി കണക്കിലെടുത്ത് അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? നമുക്കിനി എങ്ങനെ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ കഴിയും സംസ്ഥാനത്തിന്? പ്രധാനമന്ത്രി തന്നെ ഈ വയനാട് വന്ന് കണ്ടതാണ്. നമ്മളിപ്പോ മുഖ്യമന്ത്രി കത്ത് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് നേരിട്ടാണ്. ആ പ്രധാനമന്ത്രി പറഞ്ഞിട്ട് തന്നെയാണ് ഹോം മിനിസ്റ്റർ നിത്യാനന്ദ എനിക്ക് മറുപടി നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി കാണാത്ത റിപ്പോർട്ടല്ലത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അവർ ഇന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഇനി സഹായം ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ടീം പരിശോധിച്ച ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയത് ഈ ദിവസങ്ങൾ പിന്നിടുമ്പോൾ 100 ദിവസം പിന്നിടുമ്പോൾ പോലും വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഫോട്ടോ എടുത്തുപോയി, പക്ഷേ കേരളത്തിന് സഹായമായി ഒന്നും നൽകിയില്ല എന്ന ആരോപണമാണ് LDF ഒക്കെ വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചത്. അപ്പോൾ ഇനിയും ആ രീതി തുടരുമോ, അതോ എത്രയും വേഗം എന്തെങ്കിലും രീതിയിൽ ഒരു ആശ്വാസകരമായ നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും? അങ്ങനെയെങ്കിലും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ടോ? ഈ കത്തിൽ പറയുന്ന പ്രധാന വാചകമുണ്ട്. The IMCT, another Inter-Ministerial Committee, visited the affected areas of the state from 8 to 10 August 2024. Based on the report received from the team, action is taken by the central government as per the established procedure. അതാണ് പറയുന്നത്. അതായത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം എത്രയും വലിയ ദുരന്തമായിരുന്നു. എല്ലാ സംവിധാനങ്ങളും ആ ദുരന്തത്തിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നിന്നതാണ്. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങേയും ആ പ്രതീക്ഷ കത്ത് കിട്ടുന്നിടം വരെ വെച്ചു പുലർത്തിയിരുന്നോ? അതെ കിട്ടണമല്ലോ. കാരണം പ്രധാനമന്ത്രി വന്ന് കണ്ടതല്ലേ, അത് നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. അതിനേക്കാൾ വീണ്ടും നമുക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അതല്ല, മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരത്തെ പിന്നീട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ നഷ്ടപരിഹാരം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ മെമ്മോറാണ്ടം ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് പ്രധാനമന്ത്രിയെ കാണാനും ഈ കാര്യങ്ങൾ ഒന്നുകൂടി ബോധിപ്പിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടോ? അതിനുവേണ്ടി നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇതിന്റെ സഹായം കിട്ടുന്നവർ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന മറുപടി രാഷ്ട്രീയമാണ്. കാരണം നാഷണൽ ഡിസാസ്റ്റർ ആവില്ല എന്ന പ്രഖ്യാപനമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി കണ്ട ഒരു ദുരന്തത്തിനാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞ പ്ലീസ് റെഫർ ടു ഡിഒ ലെറ്റർ സോ അഡ്രസ് ടു ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഇൻ ദ വലിയ requesting to declare disaster of 2024 in Wayanad as national disaster. അതാണ് അതിന് മറുപടിയായിട്ട് വന്നത്. ശരി. വളരെ നന്ദി ശ്രീ കെ വി തോമസ് പ്രതികരണം അറിയിച്ചത്. അദ്ദേഹത്തിനാണ് കേന്ദ്രത്തിൽ നിന്നുള്ള കത്ത് കിട്ടിയിരിക്കുന്നത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന തീരുമാനം. അതാണ് കത്ത് മുഖേന അറിയിച്ചിരിക്കുന്നത്. അർജുൻ പീതാപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അർജുൻ, ഇപ്പോൾ വീണ്ടും ചില ശ്രമങ്ങൾ ഉണ്ടാകാം. പ്രധാനമന്ത്രിയെ കാണാനുള്ള ശ്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ഒരു ഭാഗത്ത് നടത്തും. പക്ഷേ നിയമപ്രകാരം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഇതിലില്ല എന്നും പറയുന്നുണ്ട്. എന്തെങ്കിലും സാധ്യതകൾ ഇനി അവശേഷിക്കുന്നുണ്ടോ അർജുൻ? തീർച്ചയായിട്ടും കേരളത്തിന് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്ന കാര്യങ്ങളടക്കം ഇനിയും കളമൊരുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഇവിടെ ഡൽഹിയിൽ എത്തിയ സമയത്ത് അത് കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്കാണെങ്കിലും മറ്റ് PB മീറ്റിങ്ങുകൾക്കാണെങ്കിലും ഒക്കെ പ്രധാനമന്ത്രിയെ പലതവണ കാണാൻ ശ്രമം നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയെ പലതവണ കണ്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല നേരത്തെ തന്നെ നൽകിയിട്ടുള്ള കത്തും കൂടിയാണ്. ഇനിയും തുടരും, ഈ ഒരു ശ്രമങ്ങൾ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കെ വി തോമസും
നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ആ കേന്ദ്ര മന്ത്രിതല സമിതി തന്നെയാണ്. ആ കേന്ദ്ര മന്ത്രിതല സമിതി കേരളത്തിൽ എത്തിയിരുന്നു ഓഗസ്റ്റിൽ. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയ കാര്യവും അവിടുത്തെ മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്ത കാര്യങ്ങളും ഈ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ NDRF DG അവിടെ എത്തിയ കാര്യം പറയുന്നുണ്ട്. ഈ സൈന്യത്തിന് പുറമെ, അതായത് കരസേനാ സംഘങ്ങൾ, ഒപ്പം തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും അതുപോലെ മറ്റ് വ്യോമസേന ഹെലികോപ്റ്ററുകളെല്ലാം അവിടെ കളത്തിലിറങ്ങിയതു. അതിന് പുറമെ NDRFന്റെ 4 സംഘങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ 3 സംഘങ്ങളും അവിടെ എത്തിയിരുന്നു. അവർ കൃത്യമായിട്ട് ഈ ആളുകളെല്ലാം അവിടെ സഹായത്തിന്, അതായത് ദുരന്തമുഖത്ത് ആളുകളെ രക്ഷിക്കാനും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വ്യക്തതയോടുകൂടി തന്നെ ഈ കത്തിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പമാണ് പ്രധാനമായിട്ടും ഈ വാചകം എന്ന് പറയുന്നത്. അതായത് ഈ കേന്ദ്ര മന്ത്രിതല സമിതി അവിടെ എത്തി ആ പഠനങ്ങൾ നടത്തി. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമിതി കേന്ദ്രത്തിന് ശരി അർജുൻ, എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്.